വർഷങ്ങളോളം നീ നിസ്കരിച്ചാൽ നിനക്കത് ഉപകരിക്കുകയില്ല, നോമ്പെടുത്താൽ നിനക്കത് പ്രയോജനം ചെയ്യുകയില്ല. പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വർഗ്ഗത്തിൽ ഒരു ദിവസം പോലും കാലുവെക്കാൻ നിനക്ക് സാധിക്കുകയില്ല. ആ അവസ്ഥയിലേക്ക് നിന്നെ എത്തിക്കുന്ന ഒരേ ഒരു തിന്മ മാത്രമാണുള്ളത്, അത് ശിർക്കാൻ. സഹോദരങ്ങളെ, ചിന്തിക്കുക. പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ആലോചിക്കുക. നമ്മൾ ഈ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ, നമ്മുടെ സ്വതക്കകൾ, നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ നേർച്ചകൾ, നമ്മുടെ വഴിപാടുകൾ, റമദാനിൽ നമ്മൾ നോമ്പെടുക്കുന്നത്, നമ്മുടെ ഹജ്ജുകൾ, നമ്മുടെ ഉംറകൾ, ഈ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കണമോ? ഈ പ്രവർത്തനങ്ങൾ പരലോകത്ത് നമുക്ക് ഉപകരിക്കണമോ? സഹോദരങ്ങളെ, ശിർക്ക് സംഭവിക്കാൻ പാടില്ല. ഇബാദത്ത് എന്തൊരു കാര്യമുണ്ടോ, നിസ്കാരമാകട്ടെ, പ്രാർത്ഥനയാകട്ടെ, സകാത്താകട്ടെ, നോമ്പാകട്ടെ, നേർച്ചകളാകട്ടെ, ഇബാദത്ത് എന്തെല്ലാം കാര്യങ്ങൾ ഈ ദുനിയാവിലുണ്ടോ അവയെല്ലാം അല്ലാഹുവിനല്ലാതെ മറ്റൊരാൾക്കും നൽകാൻ പാടില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മുടെ മേലുള്ള അവകാശമാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു അല്ലാത്ത ഒരാൾക്ക് നമ്മൾ ഇബാദത്ത് നൽകിയാൽ, അവനല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ, സഹായം തേടിയാൽ, അതോടുകൂടി ചിന്തിക്കുക, അതോടുകൂടി അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്, അവൻ മുശ്രിക്കായി തീരുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഇന്ന ശിർക ലദുൽമുൻ അദീം, തീർച്ചയായും ശിർക്കാകുന്നു ഏറ്റവും ഗുരുതരമായ പാപം. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു അവനിൽ പങ്കു ചേർക്കുക എന്നത് ഒരാൾക്കും പുറത്തു നൽകുന്നതല്ല. ഒരാൾ മരിച്ചു പോകുന്ന വേളയിൽ അല്ലാഹുവിന് പങ്കു ചേർക്കുന്ന അവസ്ഥയിലാണ് മരിച്ചുപോയത് എങ്കിൽ, ശിർക്ക് ചെയ്തുകൊണ്ടാണ് അവൻ മരിച്ചു പോകുന്നത് എങ്കിൽ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അല്ലാഹുവിൽ പങ്കു ചേർക്കപ്പെടുക എന്നത് അവൻ ഒരാൾക്കും ഒരിക്കലും പുറത്തു കൊടുക്കുന്നതല്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതിൽ താഴെയുള്ള തിന്മകൾ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ശിർക്കിനെ കരുതിയിരിക്കണം, ശിർക്കിനെ നിങ്ങൾ പേടിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമോ എന്ന കാര്യം നമുക്ക് പേടിയുണ്ടാകണം.